I just want to read a verse. ഒരു വചനഭാഗം വായിക്കുകയാണ്. Acts of the Apostles, chapter 10 and verse number 44. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 10-ഉം 44 വചനം. While Peter was still speaking these words, the Holy Spirit came on all who heard the message. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. I think last year, the 13th October, around 4 o'clock in the afternoon, the Holy Spirit spoke these words to me. കഴിഞ്ഞ വർഷം ഒക്ടോബർ 13-ന് ഇതേ വചനം തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. The emphasis is on the second part, the B part of the verse. The Holy Spirit came on all who heard the message. അതിന്റെ ആ വചനത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് പരിശുദ്ധാത്മാവ് ശ്രദ്ധയൂന്നിയത്. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. This morning around 7 o'clock I was praying and again the same thing came up. ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേ കാര്യം തന്നെ ആത്മാവിൽ ഉയർന്നു വന്നു. The Holy Spirit came on all who heard the word. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. Upon whom? ആരുടെ മേലാണ് വന്നത്? വചനം കേട്ടത്. The word prepares the ground for the Holy Spirit to come upon. ഇതാ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വരുവാനായി വചനമാണ് അതിനുള്ള നിലമൊരുക്കുന്നത്. ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനുള്ള ഇടമൊരുക്കുന്നത് ദൈവവചനമാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മൾ ക്രിയ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാനുള്ള ഇടം നിലമൊരുക്കപ്പെടുന്നത്. ആമേൻ. The word that is residing, dwelling in you richly will attract the Holy Spirit to come upon. ഇതാ നിങ്ങളുടെ അകത്ത് സമൃദ്ധിയായി വസിക്കുന്ന ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തമായി വരുവാൻ ആകർഷിക്കുന്നതാണ്. ആവർത്തിച്ചു പല പ്രാവശ്യം പറഞ്ഞാലേ അങ്ങോട്ട് എത്തുള്ളൂ. നിങ്ങളുടെ അകത്ത് ദൈവവചനം എത്രത്തോളം സമൃദ്ധിയായി നിറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം പരിശുദ്ധാത്മാവിന് ഒരു വലിയൊരു ആകർഷണമാണ് നിങ്ങളുടെ മേൽ വന്ന് വീഴുവാൻ, നിങ്ങളുടെ മേൽ പതിയുവാൻ ആ വചനം ആകർഷിക്കുകയാണ്. ആമേൻ. Now, in the English translation, it says the Holy Spirit came on or came upon. The phrase is came on or came upon. ഇതാ ഇംഗ്ലീഷ് പരിഭാഷയിൽ കുറച്ചുകൂടി വ്യക്തമാണ്. അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. But in the original text, a different word is used. എന്നാൽ യഥാർത്ഥ മൂലഭാഷയിൽ മറ്റൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Even this morning I checked in the Strong's dictionary. It says the word is to embrace. ആ സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ ഞാൻ ഇന്ന് രാവിലെ കൂടി പരിശോധിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക. The same word is used in the context where the prodigal son comes back and the father embraces, hugs him. ഇതേ വാക്ക് തന്നെയാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ അവൻ മടങ്ങി വന്നപ്പോൾ പിതാവ് ആ മകനെ കെട്ടിപ്പിടിച്ചു. So literally the translation should be something like this: the Holy Spirit embraced all who heard the word. അപ്പോൾ ശരിക്കും ആ വചനം ശരിയായ പരിഭാഷയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ വചനം കേട്ട എല്ലാവരെയും പരിശുദ്ധാത്മാവ് കെട്ടിപ്പിടിച്ചു.
10-45 പേർക്ക് മനസ്സിലായി. വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് കെട്ടിപ്പിടിച്ചു. Amen. Hallelujah. ഹല്ലേലൂയ, Amen. Amen. ഹല്ലേലൂയ. Hallelujah. ഉറക്കപാസന്ത. Another word that is given in the Strong's Concordance is this: seize with more or less violence. Seize. ഇതാ മറ്റൊരു വാക്ക് അവിടെ സ്ട്രോങ്സ് കോൺകോർഡൻസിൽ നൽകിയിരിക്കുന്നത് സീസ്, അതായത് ബലത്തോടെ പിടിച്ചെടുക്കുക. In other words, we can translate the same portion like this: the Holy Spirit seized all who heard the message. ഇത് ആ വചനം കേട്ട എല്ലാവരെയും പരിശുദ്ധാത്മാവ് പിടിച്ചെടുത്തു, അറസ്റ്റ് ചെയ്തു. So if you have the word in your heart, it will attract the Holy Spirit to come upon you. നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് വചനം നിങ്ങളുടെ അകത്ത് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ അത് നിങ്ങളിലേക്ക് ആകർഷിക്കും. And the Holy Spirit comes to hug you, to embrace you. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒന്ന് ആലിംഗനം ചെയ്യുവാൻ, കെട്ടിപ്പുണരുവാനായിട്ട് അവൻ വരികയാണ്. He comes to seize you. He comes to tell you you are under arrest. ഇതാ നിന്നെ ഒന്ന് പിടിച്ചെടുക്കാൻ അവൻ നിന്നോട് പറയാണ്, നീ എന്റെ അറസ്റ്റിലാണ്. Maybe that was Peter's first experience. ഒരുപക്ഷെ പത്രോസിന്റെ ആദ്യത്തെ അനുഭവമായിരിക്കാം അത്. The Holy Spirit first came on the day of Pentecost. ആദ്യം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പെന്തക്കോസ്ത് ദിനത്തിലാണ്. But just before that, John chapter 20, I believe, verse number 21, Jesus breathed on the disciples. എന്നാൽ അതിന് കുറച്ചു മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 20:21 ചിന്തിക്കുന്നു, യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. That maybe Peter had the first experience of the Holy Spirit when Jesus breathed upon them. ഒരുപക്ഷെ പത്രോസിന് പരിശുദ്ധാത്മാവിന്റെ ആദ്യ അനുഭവം ഉണ്ടായത് യേശു തന്റെ മേൽ ഊതിയപ്പോഴാണ്. That was the first touch of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആദ്യ സ്പർശനം. 50 days after that, on the day of Pentecost, the Holy Spirit came upon them violently. എന്നാൽ അതിനുശേഷം 50 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്ത് ദിനത്തിൽ വളരെ ഒരു കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. The Holy Spirit says He is going to endow you with different experiences with Him. ഇത് പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അനേകർക്ക് പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. Are you ready? നിങ്ങൾ എത്ര പേർ അതിനോട് ഒരുങ്ങുന്നുണ്ട്? Don't stop with the first touch. ആദ്യ സ്പർശനം കൊണ്ട് നിങ്ങൾ നിർത്തിക്കളയരുത്. He wants to give you more. കൂടുതൽ തരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. Anybody hungry here? എത്ര പേർക്ക് അതിലുള്ള ദാഹമുണ്ട്, Anybody വിശപ്പുണ്ട്? thirsty here? എത്ര പേർക്ക് ദാഹമുണ്ട്? പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിന് മടുത്തിട്ടില്ല. ആമേൻ, ആമേൻ, ആമേൻ. We are living in a dispensation of grace where the Holy Spirit is falling upon people liberally without any discrimination. ഇതാ കൃപയെ ധാരാളമായി കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, മുഖപക്ഷമില്ലാതെ പരിശുദ്ധാത്മാവ് ധാരാളമായി തന്റെ മക്കളുടെ മേൽ വരുന്ന, തന്നെ പകർന്നു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്.
Acts 2:17, in the last days I will pour out my spirit on all flesh. ഇതാ അപ്പോസ്തലപ്രവൃത്തികൾ 2:17 അന്ത്യകാലത്ത് സകല ജഡത്തിനുമേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. Remember, this is the seal of the Holy Spirit. ഓർക്കുക, ഇത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. Say it again. ഇത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. There are two kinds of seals that are falling upon people. ഇത് ജനത്തിന്റെ മേൽ രണ്ട് തരത്തിലുള്ള മുദ്രയാണ് വരുന്നത്. The seal of Christ or the seal of Antichrist. ഒന്ന് ക്രിസ്തുവിന്റെ മുദ്ര, മറ്റൊന്ന് എതിർ ക്രിസ്തുവിന്റെ മുദ്ര. Which seal are you carrying on your body? നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഏത് മുദ്രയാണ് നിങ്ങൾ വഹിക്കുന്നത്? If you carry the seal of the Holy Spirit, that tells you that you are His property. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മുദ്രയേറ്റവരാണെങ്കിൽ അത് വിളിച്ചു പറയുന്നത് ഞാൻ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, ദൈവത്തിന്റെ വകയാണ് ഞാൻ. Hallelujah. Hallelujah. The seal of the Antichrist has nothing to do with me. ഇതാ എതിർ ക്രിസ്തുവിന്റെ മുദ്രയ്ക്ക് ഞാനുമായി ഒരു ബന്ധവുമില്ല. So many believers are still afraid of 666. പല വിശ്വാസികളും 666 പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. 666 has nothing to do with us. We are already sealed by the Holy Spirit. നാമും 666 തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് നമുക്കുമായി ഒരു സ്വാധീനവുമില്ല. കാരണം ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. Amen. ഹല്ലേലൂയ. Touch somebody and say, I am already sealed. അടുത്തിരിക്കുന്ന ആൾ തൊട്ടിട്ട് പറഞ്ഞ എനിക്ക് ഓൾറെഡി മുദ്ര കിട്ടി, മുദ്ര വീണ് കഴിഞ്ഞു. ആമേൻ, എൻ്റെ മേൽ മുദ്ര വീണ് കഴിഞ്ഞു. രണ്ടുപേരോട് പറ. ആമേൻ, എനിക്ക് മുദ്ര വീണ് കഴിഞ്ഞു, എൻ്റെ മേൽ മുദ്ര വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. നെറ്റിയിലോ വലങ്കയിലോ എതിർ ക്രിസ്തുവിന്റെ മുദ്ര വീഴുന്ന പേടിച്ച് ആരും ജീവിക്കണ്ട. ഈ എൻ്റെ നെറ്റിയിലും വലത് കൈയിലും മാത്രം, ഇടത് കൈയിലും കാലിലും കയ്യിലും ഹൃദയത്തിലും ബോഡി മൊത്തം, all flesh. Yes. My whole body is sealed by the Holy Spirit. ഓ, എൻ്റെ മുഴുവൻ ശരീരവും പരിശുദ്ധാത്മാവിനാൽ മുദ്രയേറ്റിരിക്കുകയാണ്. ഹല്ലേലൂയ. I have one more seal, the seal of the blood of Jesus. എനിക്ക് മറ്റൊരു മുദ്ര കൂടി ലഭിച്ചിട്ടുണ്ട്, അത് യേശുവിന്റെ രക്തത്താലുള്ള മുദ്രയാണ്. സജിത്ത് ബ്രദർ അവിടെ ഇരിക്കുന്ന ആ പാട്ടൊന്ന് പാടിത്തന്ന്. രക്തം കൊണ്ട് മുദ്രയിട്ടപ്പെട്ട ജനമൊന്നിച്ച്, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുന്നേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. ഓ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, ഓ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുന്നേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ. ഓ, യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ജയം ജയം ഹല്ലേലൂയ. ഓ, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിന് ജയം എപ്പോഴും. ഓ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം. ഓ, ജയം ജയം ഹല്ലേലൂയ.
യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും എൻ്റെ യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും. Ephesians chapter 1 verse number 13. എഫേസ്യ ലേഖനം 1:13. And you also were included in Christ when you heard the message of truth, the gospel of your salvation. When you believed, you were marked in him with a seal, the promised Holy Spirit. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മുദ്ര കിട്ടിയ ജനത്തോടാണ്. ആമേൻ. The Holy Spirit clearly says, don't wait for another seal. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, മറ്റൊരു മുദ്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ട. You are already sealed. നിങ്ങൾക്ക് മുദ്ര ലഭിച്ചു കഴിഞ്ഞു. This is a spiritual seal. ഇത് ആത്മീകമായ This is a permanent seal. ഇത് സ്ഥിരമായ മുദ്രയാണ്. This is not with laser beams or any other rays or any other magnetic waves. This is the permanent seal of the eternal Holy Spirit. ഇത് ഏതെങ്കിലും ലേസർ കൊണ്ടോ മഷി കൊണ്ടുള്ള ഒരു മുദ്രയേതല്ല. ഇത് പരിശുദ്ധാത്മാവെന്ന നിത്യാത്മാവിനാൽ നമ്മിൽ വന്നിരിക്കുന്ന സ്ഥിരമായ നിത്യമായ ഒരു മുദ്രയത്രേ. People say if you tattoo your body, it's almost impossible for you to rub it off. സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ പച്ച കുത്തിക്കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും പോകത്തില്ല. സാധാരണഗതിയിൽ പോകാറില്ല. Maybe you will have to undergo some plastic surgery. ഏതെങ്കിലും പ്ലാസ്റ്റിക് സർജറിയിലൂടെ അത് റിമൂവ് ചെയ്യണം. It's a permanent thing. അതൊരു സ്ഥിരമായ കാര്യമാണ്. The Holy Spirit came and tattooed you. You don't need any other tattoo. Already permanently you are tattooed, you are permanently sealed, and the seal says you belongs to the Almighty God. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായ, ആർക്കും മായ്ച്ചു കളയാൻ സാധിക്കാത്ത ഒരു മുദ്ര നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞു. അവൻ പച്ചകുത്തി കഴിഞ്ഞു. ആ മുദ്ര വിളിച്ചു പറയുന്നത്, ഇവൻ എന്റെയാണ്, ഇവൾ എന്റെ സ്വന്തമാണ്. In the Old Testament, on the turban of the high priest, there was an inscription consecrated for the Lord. But when they took off the turban, it was removed. In the Old Testament, it was temporary, but in the New Testament, you are sealed with the eternal Holy Spirit. ഇതാ പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ വെക്കുന്ന തലപ്പാവിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നു, ഇവൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, യഹോവയ്ക്ക് വിശുദ്ധമെന്ന്. എന്നാൽ അദ്ദേഹം ആ തലപ്പാവ് ശുശ്രൂഷകൾക്ക് ശേഷം മാറ്റുമ്പോൾ അത് തന്റെ ശിരസിൽ നിന്ന് മാറുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന മുദ്ര എന്നത് നിത്യാത്മാവായ പരിശുദ്ധാത്മാവിന്റെ ഒരു നിത്യമായ മുദ്രയാണ്. ഓരാ നന്നായിട്ട് കൈകൾ അടിച്ച് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഭാഷകളിലൊക്കെ ഒന്ന് ശക്തിയോടെ ശക്തിയോടെ ഭാഷയുടെ ശബ്ദം ഉയരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഭാഷകളുണ്ടോ? ഒന്ന് സംസാരിച്ച്. ഇവിടെ ഉണ്ടോ നോക്കി. മുദ്രയുണ്ട്, മുദ്രയുണ്ട്. ഞാൻ മുദ്ര ഉണ്ടോന്ന് ചെക്ക് ചെയ്യുവാണ് മക്കളെ. ഇവിടെ മുദ്രയുണ്ട്, മുദ്രയുണ്ട്, മുദ്രയുണ്ട്.
മുദ്രയുണ്ടോ, 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 മുദ്രയുണ്ടോ? Are you sealed by the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ മുദ്ര കിട്ടിയിട്ടുണ്ടോ? മുദ്രയുള്ളവരൊക്കെ ഒന്ന് മുദ്ര പുറത്തെടുത്തേക്ക്. മുദ്രയുള്ളവരെ ഹലോ, ഇവിടെ നോക്ക്. 777 എന്ന മുദ്ര കിട്ടിയവർക്ക് 666 പേടിക്കണ്ട. ആമേൻ. ചിലവർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ. This is 777. ആമേൻ. 7, 7, 7, 3 times perfection. Holy, holy, holy. The Father, Son, and the Holy Spirit. Yes. Amen. 7 is the number of perfection. 7 is the number of God. You have that seal on you. 777. ഇതാ 7 കാണിക്കുന്നത് ദൈവിക പൂർണ്ണതയാണ്. 7 ദൈവത്തിന്റെ നമ്പറാണ്. പിതാവാം ദൈവം പരിശുദ്ധൻ, പുത്രനാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ. ഹോളി, ഹോളി, ഹോളി. നിന്റെ മേൽ ആ 3 7ന്റെ 777. Isaiah 11 and verse number 2. യെശയ്യാവ് 11:2. The Spirit of the Lord will rest on him. The Spirit of wisdom and of understanding, the Spirit of counsel and of might, the Spirit of knowledge and fear of the Lord. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. I think last year or the year before that, one prophet called me and said, number 7 is activated upon blessing today. ഇതാ കഴിഞ്ഞ വർഷം ഒരു പ്രവാചകൻ ബ്രദറിനെ വിളിച്ചിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, നിങ്ങളുടെ സഭയുടെ മേൽ 7 എന്ന സംഖ്യ ഇതാ സജീവമാവുകയാണ്. Now if you count the spirits that came upon Jesus, that is 7. ഇതാ യേശു, നിങ്ങൾ അവിടെ ആത്മാക്കളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ യേശുവിന്റെ മേൽ വന്ന ആത്മാവിന്റെ പ്രത്യേകത അത് 7 ആണ്. You can write that down. The Spirit of the Lord, number 2. The Spirit of wisdom, number 3. The Spirit of understanding, number 4. The Spirit of counsel, number 5. The Spirit of might, number 6. The Spirit of knowledge, number 7. The Spirit of the fear of the Lord. അത് വേഗത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് വിവേകത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. Everyone in Blessing Today family, you have the seal of these 7 spirits that was on Jesus the Messiah. ഇത് യേശു എന്ന മശിഹയുടെ മേൽ ഉണ്ടായിരുന്ന 7 ആത്മാക്കളുടെ മുദ്ര ഈ ബ്ലെസ്സിംഗ് ടുഡേ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ്. അത് നിങ്ങളുടെ മേൽ മുദ്രയെ കർത്താവ് നൽകിയിരിക്കുകയാണ്. വലതു കൈ ഉയർത്തി പറഞ്ഞേ, I am sealed. എനിക്ക് മുദ്ര ലഭിച്ചിരിക്കുന്നു, എനിക്ക് മുദ്ര ലഭിച്ചിരിക്കുന്നു. പറഞ്ഞ എൻ്റെ മേൽ മുദ്രയുണ്ട്. എൻ്റെ മേൽ മുദ്രയുണ്ട്. ഏത് മുദ്രയാണ്? ആത്മാവിന്റെ മുദ്ര, പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അതിവിടെ 7 സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 7 ആത്മാക്കളുടെ പേരുകൾ എത്ര പേര് എഴുതി വെച്ചു? എല്ലാവരും എഴുതിയിട്ടില്ല. യേശയ്യാവിൻ്റെ പുസ്തകം 11:2 എഴുതി ഉണ്ട്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോയാൽ അത് എഴുതി വെക്കുക, വാക്യം എഴുതി വെക്കുക. 1, 2, 3, 4, 5, 6, 7 എന്ന് അവിടെ എഴുതി വെക്കുക. പിന്നീട് എഴുതിയെടുത്താലും മതി. ആ വാക്യം നോക്കി നിങ്ങൾക്ക് എഴുതാം. Jesus, when he just got out of the baptismal waters, the Holy Spirit came upon him like a dove.
യേശു നദിയിൽ നിന്ന് സ്നാനമേറ്റ് അവൻ വെളിയിലേക്ക് വന്ന സമയത്ത് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. Just before that, John the Baptist announced that he is the Lamb of God. അതിന്റെ തൊട്ടുമുമ്പ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. So Jesus is the Lamb of God. The Holy Spirit is the dove. Two symbols. The Holy Spirit as a dove descended upon the Lamb of God. ഇവിടെ ഇതാ യേശുവിനെ ദൈവ കുഞ്ഞാടായി ചിത്രീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാവെന്ന പോലെ ഇതാ പ്രാവെന്ന പരിശുദ്ധാത്മാവ് ദൈവ കുഞ്ഞാടായ യേശുവിന്റെ മേൽ വരികയാണ്. The dove descends upon not cow, not a bullock, not a cheetah, not a chingani. He comes upon a lamb. ഒരു പ്രാവ് വന്നിറങ്ങുന്നത് ഒരു കണ്ടാമൃഗത്തിന്റെ മേലോ കടുവയുടെ മേലോ ചീറ്റയുടെ മേലല്ല, ഒരു കുഞ്ഞാടിന്റെ മേലാണ്. Because he comes to stay, not to go. കാരണം അവിടുന്ന് വരുന്നത് പാർക്കുവാൻ വേണ്ടിയാണ്, പോകുവാൻ വേണ്ടിയല്ല. ഇവിടെ നോക്ക്, നേരെ ഇരുന്നില്ല, സ്ട്രെയിറ്റ്. സീറ്റ് ബെൽറ്റ് ഇടുക, കറക്റ്റായിട്ടിരിക്കും. ലിസൺ ടു മീ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത് വാടകക്കാരനായിട്ടല്ല, കുടിയാനായിട്ടല്ല, ടെമ്പററി സ്റ്റേ. 11 മാസം താമസിച്ച് കരാറ് തീരുമ്പോൾ കുടിയൊഴിയാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് വരുന്നത്. You are his permanent address. ആമേൻ, ആമേൻ, ആമേൻ. You are his permanent address. പരിശുദ്ധാത്മാവിന്റെ സ്ഥിര മേൽവിലാസമാണ് നിങ്ങൾ. Somebody will ask, where is the Holy Spirit? Where can I see him? You can say, I am his address. Come to me. The Holy Spirit is residing in me. I am sealed with him. He is residing in me. ആരെങ്കിലും ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവ് ആരാണ്, അവൻ എവിടെ പോയാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയണം, പരിശുദ്ധാത്മാവിന്റെ അഡ്രസ്സാണ് ഞാൻ, പരിശുദ്ധാത്മാവിന്റെ മേൽവിലാസമാണ് ഞാൻ, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Once Philip asked, show us the Father. We need to see the Father. Show me the Father. Jesus said, if you have seen me, you have seen the Father. ഇതാ ഫിലിപ്പോസ് ഒരിക്കൽ ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, പിതാവ് എവിടെയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണണം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Somebody asked a person, he said, I'm an atheist. I have never seen God. I have traveled the world, but I have never seen God. ഒരു നിരീശ്വരവാദി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകമെമ്പാടും സഞ്ചരിച്ച വ്യക്തിയാണ്, ഞാൻ അവിടെയൊക്കെ ഒരിടത്തും ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരിടത്തും ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. He said, come here. I'll show you God. Come here. മറ്റേ വ്യക്തി പറഞ്ഞു, വാ, ഞാൻ He ദൈവത്തെ took him to his study room. തന്റെ പഠനമുറിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. And he said, look at me. എന്നെ നോക്കാൻ പറഞ്ഞു. I am his address. ഞാൻ ആണ് ദൈവത്തിന്റെ അഡ്രസ്. He is residing in me. അവൻ എൻ്റെ അകത്ത് വസിക്കുന്നു. I received him. ഞാൻ അവനെ സ്വീകരിച്ചു. He has a permanent stay with me. എൻ്റെ അകത്ത് സ്ഥിരതാമസമാണ്. Jesus said, my Father is residing in me. If you have seen me, you have seen the Father. യേശു പറയുകയാണ്, എൻ്റെ പിതാവ് എന്നിൽ വസിക്കുന്നു, നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ പിതാവിനെ കണ്ടിരിക്കുന്നു. I am his carrier. I am his housing. ഞാൻ അവനെ വഹിക്കുന്നവനാണ്, അവൻ എന്നിൽ വസിക്കുന്നു. Colossians chapter 1 verse number 27 says, Christ, the hope of glory, is in you. കൊലോസ്യ ലേഖനം 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മ വ്യക്തമാൻ്റെ അകത്ത് പറയുന്നത്, വെളിപ്പാടുള്ള ഒരു വലിയ സംഘം ഇതിനകത്ത് നിലനിൽക്കാൻ പോകും. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കും. പക്ഷെ വെളിപ്പാടുള്ള, വെളിച്ചമുള്ള, കാഴ്ചപ്പാടുള്ള, എവിടെയാ പോകുന്നെന്ന് അറിയുന്ന, ഞാൻ ആരാണെന്ന് അറിയുന്ന, നീ ആരാണെന്ന് അറിയുന്ന, കാഴ്ചപ്പാടുള്ള, വെളിവുള്ള, വെളിവുകേടില്ലാത്ത ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ തെളിമയുള്ള ലേപം
ഒഴിച്ച് റെഡിയാക്കി കാഴ്ചയുള്ള കാറ്ററാക്ട് ഇല്ലാത്ത, ഷോർട്ട് സൈറ്റ് ഇല്ലാത്ത, നല്ല കാഴ്ചപ്പാടുള്ള സിയേഴ്സ് ആയിട്ടുള്ള, വിഷണറീസ് ആയിട്ടുള്ളവരെ ദൈവം ഇതിനകത്ത് നിന്നും എഴുന്നേൽപ്പിക്കാൻ പോകുക. തയ്യാറുള്ളവരുണ്ടെങ്കിൽ 2 കൈ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, ലോർഡ് ഐ നീഡ് ദാറ്റ് റെവലേഷൻ. കർത്താവേ, എനിക്ക് ആ വെളിപ്പാട് വേണം. വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് വേണം. എത്ര പേർ ചേർന്ന് പ്രാർത്ഥിക്കും? കർത്താവേ, വചനത്തിന്റെ വെളിപ്പാടുകൾ ഞങ്ങളിലേക്ക് പകരണമേ. Thank you, Holy Spirit. Thank you, Holy Spirit. ഹല്ലേലൂയ. Hallelujah. In the book of Revelation you see the throne of God, chapter 4 and chapter 5. ഇതാ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ കർത്താവിന്റെ സിംഹാസനത്തെ നമുക്ക് You കാണാം. can see the Lamb of God at the center of the throne. ആ ദൈവ സിംഹാസനങ്ങളുടെ നടുവിൽ ദൈവ കുഞ്ഞാടിനെ നമുക്ക് കാണാൻ And കഴിയും. he has 7 eyes. അവന് 7 കണ്ണുകൾ. And these 7 eyes are the 7 spirits sent to the whole earth. ഇതാ സർവ്വഭൂമിയിൽ ഊടാടുന്ന യഹോവയുടെ 7 കണ്ണുകളാകുന്നു ആത്മാക്കൾ. And they are the 7 spirits of God. അവർ ദൈവത്തിന്റെ 7 ആത്മാക്കളാകുന്നു. And that 7 spirits are on you today. ഇത് ആ 7 ആത്മാക്കളും നിങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. You have the seal of that Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് നിങ്ങളുടെ മേൽ വീണിരിക്കുന്നത്. തിരിച്ചറിയുന്ന ജനം, കാഴ്ചപ്പാട് പ്രാപിക്കുന്ന ജനം മാത്രം കൈയടിക്കുക. മുദ്ര വർക്കിയിട്ടെ, മുദ്ര വർക്കിയിട്ടെ. Come on. അധരങ്ങളിൽ ആ മുദ്ര വർക്കിയിട്ടെ. ഇത്തിരി അങ്ങ് നീങ്ങി, വെളിച്ചമുള്ളിടത്ത് ഇവിടെ ഒന്ന് മുട്ടൂത്തി മുട്ടു. രാവിലെ 6:30 അംബ്രോസ് അപ്പസ്തോലൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ അംബ്രോസ് അപ്പസ്തോലൻ്റെ വീടിൻ്റെ ആ ജനലിൻ്റെ അവിടെ സാക്ഷാൽ ലൂസിഫർ ഒന്നിങ്ങനെ നോക്കുക പുള്ളിന്. കറുത്ത ഷർട്ടാണ്, നമ്മുടെ പാർട്ടിയാണെന്ന് തോന്നുന്നു. അംബ്രോസ് നേരെ നോക്കുമ്പോഴേക്കും പുള്ളി അവിടെ നിൽക്കുക. വാല്, കൊമ്പ്, മിസ്റ്റർ ലൂസിഫർ, സാക്ഷാ ലൂസിഫർ നിൽക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളൊന്നും ഉടക്കി. അപ്പോഴാണ് മുദ്ര വെളിയിൽ വന്നത്. ഈ മുദ്ര വെളിയിൽ എടുക്കൂല. ഐ എം സോറി, റോങ് പ്ലേസ്, റോങ് അഡ്രസ്, ഐ എം ഗോയിങ്. നമ്മുടെ പാർട്ടി അല്ല, നമ്മുടെ അല്ല. വേറൊരു മുദ്ര കൊടുക്കാന്ന് വിചാരിച്ചാ വന്നത്, പുള്ളിയുടെ ആക്കാന്ന് വിചാരിച്ചാ വന്നത്. പക്ഷെ ഓൾറെഡി 777 കിടക്കുന്നവന്റെ മേൽ 666 വരില്ല, ഇടാൻ പറ്റില്ല. I'm already sealed. ഇത് എനിക്ക് മുദ്ര ലഭിച്ചു കഴിഞ്ഞു. Thank you Lord, thank you Lord, thank you Jesus. ഇതൊന്നും പറയാൻ വന്നതല്ല, ഇതൊന്നും ഞാൻ പറയാൻ വന്നതല്ല. പക്ഷെ ആർക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ട്. The assurance that you have because of the seal of the Holy Spirit. ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ വന്നതുകൊണ്ടുള്ള ഒരു ഉറപ്പ്, അതിനൊരു ധൈര്യം നിങ്ങളുണ്ടാവും. ആമേൻ. Maybe I can show you one more verse. ഒരു വചനം കൂടി എടുക്കാം. Ephesians chapter number 4. എഫേസ്യ ലേഖനം 4-ാം അധ്യായം and verse I think 30. അതിന്റെ 30-ാമത്തെ വചനം. And do not grieve the Holy Spirit of God, with whom he was sealed for the day of redemption. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക, ഈ മുദ്രയെ ദുഃഖിപ്പിക്കരുതെന്ന് പറയാം. ഈ മുദ്രയെ ദുഃഖിപ്പിക്കരുത്, ഈ മുദ്രയെ ദുഃഖിപ്പിക്കരുത്. This mudra is not just an emblem, it's not just a logo, it's not just a sign, he's a person.
ആമേൻ. ഈ മുദ്ര എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചിഹ്നമോ അടയാളമല്ല, അതൊരു വ്യക്തി തന്നെയാണ്. This mudra, this seal is a living person. ഈ മുദ്ര എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വ്യക്തിയാണ്. Amen. Hallelujah. That means if anything is coming against you, this mudra will take action. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ മുദ്ര ചെന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ മുദ്രയുള്ളവനെ തോണ്ടാനോ ചൊറിയാനോ ചെകയാനോ ആരെങ്കിലും വന്നാൽ മുദ്ര ഇങ്ങ് പുറത്തേക്ക് വരും. ആരടാ എൻ്റെ കുഞ്ഞിനെ തൊടാൻ, എൻ്റെ പ്രോപ്പർട്ടിയാക്കി ഞാൻ മുദ്ര വെച്ചിരിക്കുന്നവന് നീ ആരടാ ഞോണ്ടാൻ വരുന്നേ? മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. The Holy Spirit will take action. പരിശുദ്ധാത്മാവ് നടപടിയെടുക്കും. But the carrier of the seal should be careful that the seal should not be grieved. എന്നാൽ ഈ മുദ്ര വഹിക്കുന്ന വ്യക്തി മുദ്ര വേദന ഏൽക്കാതെ ദുഃഖിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. Are you with me? എത്ര പേർ ഒപ്പമുണ്ട്? Isaiah 63 and verse number 10. യെശയ്യാവ് 63 10-ാമത്തെ വചനം. Yet they rebelled and grieved his Holy Spirit. So he turned and became their enemy. And he himself fought against them. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്ന് താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അർത്ഥം എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ? If you grieve the Holy Spirit, God will not be a friend anymore. He will become your enemy and he will start fighting against you. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തിന് ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തായിരിക്കാൻ കഴിയുകയില്ല. അവൻ ഒരു ശത്രുവെന്ന പോലെ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. Grieve means to hurt feelings. ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളെ മുറിവേൽപ്പിക്കുക. Do not grieve the Holy Spirit means do not grieve or hurt his feelings. പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകളെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അനുഭവിക്കുന്ന കാര്യങ്ങളെ മുറിപ്പെടുത്തരുത്, അവനെ വേദനിപ്പിക്കരുത്. If you can grieve a person, you can also make that person happy. ഇതാ നിങ്ങൾക്കൊരു വ്യക്തിയെ മുറിവേൽപ്പിക്കാനും കഴിയും, ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാനും കഴിയും. You can hurt your husband, you can hurt your wife. If you can hurt, you can also make him or her happy. ഇതാ നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഭർത്താവിനെ മുറിവേൽപ്പിക്കാൻ കഴിയും, ഭാര്യയെ മുറിവേൽപ്പിക്കാൻ കഴിയും, അതേസമയം തന്നെ അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് കഴിയും. Meaning, instead of grieving the Holy Spirit, you have to make him happy. അതിൻ്റെ അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് പകരമായി നാം ചെയ്യേണ്ടത് അവനെ സന്തോഷിപ്പിക്കുക. You can make him happy now. ഇപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റും. ഈ അംബ്രോസിന്റെ വികാരങ്ങളെ മുറിപ്പെടുത്താൻ എനിക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? അംബ്രോസിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്താൽ മതി. അംബ്രോസിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇവിടെ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ ദുഃഖിപ്പിക്കാം, ആവശ്യമില്ലാത്തൊക്കെ ചെയ്തോ. ഇവിടെ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാം. വചനം സ്വീകരിക്കുക, ശബ്ദം കേൾക്കുക, ഇടക്കിടക്ക് പറയാം I love you Holy Spirit. I love you so much. Thank you. ഇത്രയും നാൾ എന്നെ വഹിച്ചല്ലോ, എന്നെ കൊണ്ടു നടന്നല്ലോ, ഇട്ടിട്ട് പോയില്ലല്ലോ. Thank you Holy Spirit. പറഞ്ഞു കൊടുക്ക. You'll be happy. Simple. Amen. Shall we do that? നമുക്കൊന്നങ്ങനെ ചെയ്തു നോക്കാം. Close your eyes. നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് കൈയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടോ ഇത്തിരി നേരം ഒന്ന് സംസാരിച്ച്. Just speak to him, make him happy.